ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ എനർജറ്റിക് എക്സസൈസിനായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുരളി സാറെ ക്ഷണിക്കുന്നു. ഓവർ ടു യു മുരളി സാർ. Morning, sir. Morning, everybody. Thank you for giving me opportunity. ആദ്യം കൈ നന്നായിട്ടൊന്ന് വരയ്ക്കാം. പരസ്പരം നന്നായി. കൈ നന്നായിട്ടൊന്ന് കൊടയാം. കൈ നന്നായിട്ട് പ്രസ് ചെയ്യാം. മുന്നോട്ട് നല്ലോണം വിരലുകൾ പുറകിലേക്കും കൈകൾ മുന്നോട്ട് വയ്ക്കണം. നന്നായിട്ട് അടക്കവും തുറക്കുകയും ചെയ്യാം. മുഷ്ടി ചുരുട്ടി പിടിക്കാം. റൊട്ടേറ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വീണ്ടും കൈകള് മുന്നോട്ട് പുറകോട്ട് നേരെ മുകളിലേക്ക്. രണ്ട് സൈഡിലേക്ക്, സൈഡ് ബൈസ്. നേരെ ഓപ്പോസിറ്റേക്ക്. രണ്ട് കൈകൾ മൊത്തമായിട്ട് ഒന്ന് കറക്കാം. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, റിലാക്സ് ആയി. ശ്വാസം എടുത്തുകൊണ്ട് തല പുറകിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് തല മുന്നിൽ. ശ്വാസം എടുത്ത് തല പുറകിലേക്ക്, ശ്വാസം വിട്ട് തല പുറകിലേക്ക്. രണ്ട് സൈഡിലേക്ക്, വലതുവശത്തേക്ക് നോക്കുക, ഇടതുവശത്തേക്ക് നോക്കുക. വലതുവശത്തേക്ക്, ഇടതുവശത്തേക്ക്, വലതുവശത്തേക്ക്, ഇടതുവശത്തേക്ക്. ചെവി രണ്ട് ഷോൾഡറുകളിലേക്ക് ടച്ച് ചെയ്യാം. രണ്ട് ചെവികളും രണ്ട് ഷോൾഡറിലേക്ക്, വലത്തോട്ട് ഇടത്തോട്ട് തല ചെരിക്കുക. നെക്കിലെ ആ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാം. സ്ട്രെച്ചിങ് ഫീലിങ്സ്. തല നേരെ വരാം. നെക്ക് റൊട്ടേഷൻ ചെയ്യാം. ആദ്യം ശ്വാസം എടുത്ത് തല പുറകിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക് കൊണ്ടുവരിക. താടി വലതുവശത്തു കൂടി പുറകിലേക്ക്, ഇടതുവശത്തു കൂടി പിടി ചെയ്യും. വീണ്ടും ഒരിക്കൽ കൂടി വലതുവശത്തു കൂടി പുറകിലേക്ക്, വളരെ സാവധാനം ചെയ്യാം. വീണ്ടും വലതുവശത്തു കൂടി. 3 ടൈംസ് ആയ നമുക്ക് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇടതുവശത്തു കൂടി പുറകിലേക്ക്, വലതുവശത്തു കൂടി, ഇടതുവശത്തു കൂടി പുറകിലേക്ക്, വലതുവശത്തു, ഇടതുവശത്തു കൂടി പുറകിലേക്ക്, വലതുവശത്തു. തല നേരെ തരാം. ഷോൾഡർ നന്നായിട്ട് ഷേക്ക് ചെയ്യാം. മുകളിലോട്ട് പുറം. ഷോൾഡർ ഉയർത്തുക, താഴ്ത്തുക, ഉയർത്തുക, താഴ്ത്തുക, ഉയർത്തുക. ഷോൾഡറിലേക്ക് കൈകൾ വയ്ക്കാം. റൊട്ടേറ്റ് ചെയ്യാം. ശ്വാസം എടുത്ത് പുറകിലൂടെ മുന്നിലേക്ക്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്യും. ഈ കൈകൾ രണ്ടും സൈഡുകളിലേക്ക്, കൈ ഇതുപോലെ പിടിക്കുക.
നേരെ 2 സൈഡിൽ സ്ട്രെച്ച് ചെയ്യുക. കൈ നേരെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് കൈ ഇങ്ങനെ വെക്കുക. നേരെ വെച്ചിട്ട് 2 സൈഡുകളിലേക്ക് നന്നായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരും. കൈ താഴ്ത്തി വെക്കാം. ഇനി കൈകൾ രണ്ടും ഉയർത്തി കൊണ്ടുപോയിട്ട് നമ്മുടെ കോർത്ത് പിടിക്കണം. മുകളിൽ കോർത്ത് പിടിക്കാം. നന്നായിട്ട് കോർത്ത് പിടിക്കുക. കോർത്ത് മലർത്തി വെക്കുക. കോർത്ത് മലർത്തി നന്നായിട്ട് സ്ട്രെച്ച്. മുകളിലോട്ട് നമ്മുടെ മുകളിൽ നിന്ന് ആരെങ്കിലും പിടിച്ച് വലിച്ച്, അതായത് നമ്മൾ തൂക്കിയിട്ട് അങ്ങനെ ഇരിക്കും, അതുപോലെ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യാം. നന്നായിട്ട് മാക്സിമം സ്ട്രെച്ച്. വളരെ സാവധാനത്താഴ്ത്തി. അതേപോലെ നമ്മൾ നേരെ പുറകിലേക്ക് കൊണ്ടുപോയി കിട്ടുക. പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം ശ്വാസം എടുത്ത് പുറകിലേക്ക് സ്ട്രെച്ച്. ഈ കൈകൾ രണ്ടും മുന്നിലോട്ട് സ്ട്രെച്ച്. മുന്നിലേക്ക് കൈകൾ ഇങ്ങനെ പുറത്ത് പിടിക്കാം. നേരെ മലർത്തി നന്നായിട്ട് മുന്നിലോട്ട് സ്ട്രെച്ച്. നന്നായിട്ട് മുന്നിലേക്ക് കൈകൾ റിലാക്സ് ചെയ്യാം. ഈ കൈകൾ രണ്ടും വലത് കൈ മുകളിലേക്ക് കൊണ്ടുപോവുക. ഇടത് സൈഡിലേക്ക് സ്ട്രെച്ച്. നേരെ ഓപ്പോസിറ്റ് ഇടത് കൈ എടുക്കുക. 2 സൈഡിലേക്ക് ഒന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. റിലാക്സ്. നേരെ വരാം. ഒന്ന് മുന്നിലേക്ക് പുറകിലേക്കൊന്ന് നമ്മൾ ആടാം. മുന്നിലേക്ക് പുറകിലേക്ക്, ഇതിലോട്ട് പുറകിലേക്ക്. നേരെ വരാം. ഇരു സൈഡുകളിലേക്കും വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ആടുക. നേരെ വരാം. ഇനി മൊത്തം ഒരു റൊട്ടേഷൻ. ശരീരം മൊത്തമായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ചെയ്യുമ്പോഴും നമ്മുടെ മുഖത്തൊരു നല്ല പുഞ്ചിരി വെക്കണം കേട്ടോ. അത് കളയരുത്. ചിരിച്ചുകൊണ്ട് ചെയ്യാം. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നേരെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, നേരെ വരാം. നമ്മൾ കാലുകള് ഉപ്പൂറ്റി ഒന്ന് ഉയർത്തുക, താഴ്ത്തുക. ഉപ്പൂറ്റി ഉയർത്തുക, താഴ്ത്തുക. കാല് ശ്രദ്ധിച്ചോളൂ. കാലിന്റെ ഉപ്പൂറ്റി ഉയർത്തുക, താഴ്ത്തുക. ഇരുന്നുകൊണ്ടൊരു കാല് ശ്രദ്ധിക്കുക. കാലിന്റെ ഉപ്പൂറ്റി ഉയർത്തുക, താഴ്ത്തുക. ഉപ്പൂറ്റി ഉയർത്തുക, താഴ്ത്തുക. ഇനി നമുക്ക് കൈകൾ ഒന്ന് കൂട്ടി ഇരിക്കാം. ആദ്യം വലത് കൈ വെച്ച് നേരെ ഓപ്പോസിറ്റ് ഇടത് കൈ കൊണ്ട് ചെയ്യാം. ഇനി കൈയുടെ മോൾ വശത്ത് മടക്കി വശത്ത് ചെയ്യാം. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ടാമത്തെ മറ്റേ കൈയിലേക്ക് ചെയ്യാം. കൈകൾ രണ്ടും കൂട്ടി അടിക്കുക. വിരലുകള് പരസ്പരം ഇടയിലൂടെ കൈകൾ കൂട്ടി എടുക്കും. കരാട്ടെ ചോപ്സ്.
കൈയുടെ രണ്ട് താഴത്തെ വശങ്ങൾ തമ്മിൽ കൈയുടെ റിസ്റ്റുകൾ നന്നായിട്ടൊന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ രണ്ടാമത്തെ കൈ റിലാക്സ് ചെയ്യാം. നമ്മുടെ തലയുടെ മേൽഭാഗത്ത് വെച്ച് അവിടെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. കൈ മൊത്തം വെച്ചിട്ട് തലയോട്ടിന് മുകളിൽ നന്നായിട്ട് വരയ്ക്കും. മുകളിൽ വശം രണ്ട് സൈഡിലും നന്നായിട്ട് വരയ്ക്കുക. പുറകുവശങ്ങളിൽ മുഖത്തിന്റെ രണ്ട് വശങ്ങളിൽ നന്നായിട്ട് വരയ്ക്കാം. മാസേജ് ചെയ്യാം. കവിളുകൾ നന്നായിട്ട് വരയ്ക്കും. താഴ്വശത്ത് നന്നായിട്ട് മസാജ് ചെയ്യാം. ചെവികൾ രണ്ട് വശങ്ങളിലേക്കും ചെവി നല്ല രണ്ട് വശങ്ങളിലേക്ക് ഇരിക്കാം. മുകളിലോട്ട് വിരിക്കാം. താഴേക്ക് വിരിക്കാം. ചെവി നടുക്ക് പിടിച്ചിട്ട് മൊത്തമായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. റിലാക്സ് ചെയ്യാം. ഇവിടെ നാക്ക് കൊണ്ട് കവിളിന്റെ ഉൾവശം നന്നായിട്ട് വശം വലതുവശം ഇടതുവശം വലതുവശം ഇടതുവശം നന്നായിട്ട് ചവയ്ക്കാൻ നോക്കാം. നന്നായിട്ട് ചിരിക്കാം. കണ്ണിന്റെ എക്സസൈസ് ചെയ്യാവുന്ന കണ്ണ് ആദ്യം വലതുവശത്തേക്ക് നോക്കുക. കണ്ണിൽ കൃഷ്ണമണി ഉപയോഗിച്ച് തല അനങ്ങരുത്. കണ്ണുകൾ മാത്രം കണ്ണിന്റെ കൃഷ്ണമണി വലതുവശത്തേക്കും ഇടതുവശത്തേക്കും വലതുവശത്തേക്ക് ഇടതുവശത്തേക്ക് വലതുവശത്തേക്ക് ഇടതുവശത്തേക്ക്. ഇനി മുകളിലേക്ക് നോക്കാം. മേൽവശത്തേക്ക് കൃഷ്ണമണി നോക്കുക. താഴേക്ക് നോക്കുക. തല അനക്കാതെ കൃഷ്ണമണി മാത്രം മുകളിലോട്ട് താഴേക്ക് മുകളിലോട്ട് താഴേക്ക്. ഇനി കൃഷ്ണമണി വലതുവശത്തേക്ക് മൊത്തമായിട്ടൊന്ന് കറക്കാം. വലതുവശത്ത് കൂടി മൊത്തം കൃഷ്ണമണി മൊത്തം റൊട്ടേറ്റ് ചെയ്യാം. കൃഷ്ണമണി വെച്ച് വലതുവശത്ത് കൂടി മൊത്തം റൊട്ടേഷൻ. ഇനി നേരെ ഓപ്പോസിറ്റ് ഇടതുവശത്തോടെ റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. ഇനി കണ്ണുകൾ അടക്കുക തുറക്കുക അടക്കുക തുറക്കുക. കണ്ണുകൾ അടക്കുക തുറക്കുക. അടക്കുക തുറക്കുക. റിലാക്സ് ചെയ്യാം. കണ്ണിന്റെ ശ്രദ്ധ രണ്ട് വിരലുകൾ മുന്നോട്ടും പുറകിലും വെക്കുക. രണ്ട് തമ്പിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. അതുപോലെ രണ്ട് വിരലുകളും അടുപ്പിച്ച് പിടിക്കുക. തമ്പ് രണ്ടും അടുപ്പിച്ച് പിടിക്കുക. തമ്പുകൾ രണ്ട് ഇരുവശങ്ങളിലേക്ക് പോവുക. നമ്മളെ കണ്ണിന്റെ ഇരുവശങ്ങളിലേക്കായിട്ട് രണ്ട് കണ്ണുപയോഗിച്ചും ഇരുവശങ്ങളിൽ ശ്രദ്ധിക്കുക. നമുക്ക് മാക്സിമം അവിടെ വരെ പോകാൻ പറ്റും. അടുപ്പിച്ചു കൊണ്ടുവരിക. അകലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, റിലാക്സ്. സാറെ പ്രാണായാമത്തിലേക്ക് ഓക്കെ.
അങ്ങനെ പ്രാണായാമം ചെയ്യാം. ആദ്യം ഇടത് കൈ നമ്മൾ ചിന്മുദ്രയിൽ വെക്കുക. വലത് കൈ നാസാദ്വാരത്തിന്റെ മുകളിൽ, തള്ളവിരല് വലത് നാസാദ്വാരത്തിലും മോതിരവിരൽ ഇടത് നാസാദ്വാരത്തിലും. വലത് നാസാദ്വാരം അടച്ചു പിടിച്ചുകൊണ്ട് ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം എടുക്കുക. നേർത്തതും ദൈർഘ്യമേറിയമായ ശ്വാസം ഇടത് അടച്ചു പിടിച്ചുകൊണ്ട് വലതുവശത്തു കൂടി പുറത്തേക്ക് വിടുക. വീണ്ടും വലതുവശത്തു കൂടി എടുക്കുക, ഇടതുവശത്തു കൂടി വിടുക. അതൊരു റൗണ്ടായി. അതുപോലെ റിപ്പീറ്റ് ചെയ്യൂ. ഒരു 6 തവണ നമുക്ക് ചെയ്യാം. ഇടത്തിലൂടെ എടുക്കുക, വലതിലൂടെ വിടുക, വലതിലൂടെ എടുക്കുക, ഇടതിലൂടെ വിടുക. വലതിലൂടെ എടുക്കുക, ഇടതിലൂടെ എടുക്കുക, ഇടതിലൂടെ. അവസാനം ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാം. കൈകൾ മലർത്തി വെച്ചിട്ട് ശ്വാസത്തിലൊന്ന് നിരീക്ഷിക്കാം. ശ്രദ്ധയൊന്ന് നട്ടലിലേക്ക് കൊണ്ടുവരാം. അടുത്ത ഭ്രമരി പ്രാണായാമം ചെയ്യാം. തള്ളവിരല് ചെവിക്കകത്ത് വെക്കുക, മറ്റു വിരലുകള് പുരികത്തിന് മേലെ, നടുവിരൽ മൂക്കിന്, മറ്റ് 2 വിരലുകള് മേൽചുണ്ടിനും താഴ്ചുണ്ടിനും. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് ചെവി അടച്ചുകൊണ്ട് വണ്ട് മൂളുന്ന പോലെ മൂളാം. വീണ്ടും ഒരു ശ്വാസം എടുത്ത് ഒരിക്കൽ കൂടി ശബ്ദം ഉണ്ടാക്കാം. വീണ്ടും ദീർഘശ്വാസം എടുക്കുക. പണ്ട് മൂളുന്ന പോലെ ശ്വാസം കംപ്ലീറ്റ് തീരുന്നവരെ മൂളിക്കൊണ്ടേയിരിക്കും. കൈകൾ മടിമേൽ മലർത്തി വെച്ചുകൊണ്ട് ശ്രദ്ധ തലയിലേക്ക് കൊണ്ടുവരിക. തലയിലുണ്ടായിരുന്ന ആ പ്രകമ്പനത്തെ നമുക്ക് നിരീക്ഷിക്കാം. കപാൽഭാതി ചെയ്യാനായി തയ്യാറെടുക്കാം. ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക, ശക്തമായി മൂക്കിലേക്ക് വിടുക, അതോടൊപ്പം വയറകത്തേക്ക് വലിക്കുകയും ചെയ്യാം. റിലാക്സ് ചെയ്യാം. വീണ്ടും ഒരിക്കൽ കൂടി ദീർഘശ്വാസം അകത്തേക്ക്, ശക്തമായി മൂക്കിലേക്ക് കൂടെ വിടുമ്പോൾ വയറകത്തേക്ക് വലിക്കുകയും ചെയ്യാം.
റിലാക്സ് ചെയ്യാം. ഒരിക്കൽ കൂടി ചെയ്യാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശക്തമായി പുറത്തേക്ക്, മൂക്കിലൂടെ വയറകത്തേക്ക് വലിക്കാം. റിലാക്സ് ചെയ്യാം. ശ്രദ്ധ പൂർണ്ണമായും ശ്വാസത്തിൽ, സാധാരണ ശ്വാസത്തിൽ ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ദിനേശ് സാറെ, മെഡിറ്റേഷനിലേക്ക് കിടക്കാൻ. Okay, sir. Thank you. Thank you very much for a nice and energetic activities. Thank you. താങ്ക് യു സാർ. മുരളി സാറിന് നന്ദി പറഞ്ഞോട്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരം ഒന്നും കൂടി വ്യക്തമായി നട്ടെല്ലെല്ലാം നിവർത്തി കഴുത്ത് ശിരസെല്ലാം ക്ലിയർ ആക്കിയിട്ട് വയ്ക്കാം. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം. ശ്വാസം വരുന്ന വഴി, എൻ്റർ ചെയ്യുന്ന വഴി മൂക്കിൻ്റെ ടിപ്പ്, ശ്വാസം നിറയുന്നു, എനർജി നിറയുന്നു, മുഖത്ത് പുഞ്ചിരി, സന്തോഷം. കുറച്ച് സെക്കൻഡ് അത് മാത്രം ശ്രദ്ധിക്കാം. ഇനി നാം കൗണ്ട് ചെയ്യുന്നതിനനുസരിച്ച് എക്സൈൽ ആക്ഷൻ, ശ്വാസം പുറത്തു വിടുന്നത് പതുക്കെ മാച്ച് ചെയ്യാൻ ശ്രമിക്കാം. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. നമ്മുടെ ശരീരം ശ്വാസത്തിനനുസരിച്ച് മുഴുവനായി ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതു എനർജി നമ്മളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കാൽപാദം, തള്ളവിരലുകൾ, ബാക്കി വിരലുകൾ, ജോയിൻസ്, കാൽമുട്ടുകൾ, തൈ മസിൽസ് എല്ലാം റിലാക്സായി ശാന്തത അനുഭവിക്കുന്നു. തൈ മസിൽസ്, ബട്ടക്സ്, abdomen, chest, backbone, നട്ടെല്ലാം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ഊർജത്തെ മൊത്തം നമുക്ക് വേണ്ട പോലെ പ്രസരിപ്പിക്കുന്ന ആ നട്ടെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. വളരെ ശാന്തമാണത്. ഇരു കൈകളും ടോട്ടലി ഫ്രീ ആൻഡ് റിലാക്സിങ്.
കഴുത്ത്, മുഖത്തെ മാംസപേശികൾ, കണ്ണുകൾ, ഇരുചെവികൾ എല്ലാം റിലാക്സ് ആയിരിക്കുന്നു. ടോട്ടലി റിലാക്സ്. ബ്രെയിൻ മുഴുവനായി റിലാക്സ് ആയി. ഇന്റേണൽ ഓർഗൻസ് എല്ലാം റിലാക്സ് ആയി. യുവർ ടോട്ടൽ ബോഡി ഈസ് റിലാക്സിങ്. വല്ലാത്തൊരു ശാന്തത, ഒരു ഉണർവ്, ഒരു സന്തോഷം നാം അറിഞ്ഞു തുടങ്ങുന്നു. ശ്രദ്ധ പതുക്കെ നെറ്റിത്തടത്തിലേക്ക് കൊണ്ടുവരാം. ആ സെൻറ്റർ പോയിന്റിൽ ആ ചെറിയ പ്രകാശത്തെ ഫോക്കസ് ചെയ്യാം. ആ പ്രകാശം പതുക്കെ വ്യാപിക്കുകയാണ്. നെറ്റിത്തടത്തിൽ പതുക്കെ ശിരസിലാകെ ഒരു ഗോളാകൃതിയിൽ ആ പ്രകാശം പരന്നുകൊണ്ടേയിരിക്കും. വല്ലാത്തൊരു ശാന്തത, ഒരു വൈബ്രേഷൻസ്. നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നു. നന്നായിട്ടത് ഫീൽ ചെയ്യാം. ആ പ്രകാശം പതുക്കെ എല്ലാ ഭാഗത്തും സ്പ്രെഡാകുന്നു. എല്ലാ ശരീരഭാഗത്തും. നാം ഒരു പ്രകാശ ഗോളമാകുന്നു. നമ്മളിൽ നിന്നും വല്ലാത്തൊരു വൈബ്രേഷൻസ്, പീസ്, ലവ്, ഹാപ്പിനെസ് അത് അന്തരീക്ഷത്തിലേക്ക് പ്രസരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് എത്രത്തോളം പ്രസരിക്കുന്നു, അതിനെത്രയോ മടങ്ങായി നമ്മളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പീസ്, ലവ്, ഹാപ്പിനെസ്. വല്ലാത്തൊരു സന്തോഷത്തോടുകൂടി ഇതേ അവസ്ഥയിൽ നമുക്കൊരു യാത്ര പോകാം. മുകളിലോട്ട് നീലാകാശത്തിലൂടെ, നക്ഷത്രങ്ങൾക്കിടയിലൂടെ, അങ്ങ് താഴെ കാണുന്ന ഭൂമിയിലെ പച്ചപ്പും മലനിരകളും മഞ്ഞുമലകളും സമുദ്രവും എല്ലാം നോക്കിക്കണ്ടുകൊണ്ട് വീണ്ടും മുകളിലോട്ട് സൂര്യനെയും ചന്ദ്രനെയും മറികടന്നുകൊണ്ട്
വീണ്ടും മുകളിലോട്ട്. ഒരു പുതിയ ഇടത്തിലേക്കാണ് നാം എത്തിപ്പെടുന്നത്. അവിടെ വല്ലാത്തൊരു ശാന്തത, ഒരു സംഗീതം, ഒരു പ്രകാശം, അതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നു. അതാസ്വദിച്ചുകൊണ്ട് ആ പ്രകാശ സ്രോതസ്സിനടുത്തേക്ക് നമുക്ക് നീങ്ങാം. നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ആ പ്രകാശ സ്രോതസ്സിനടുത്തെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ തീവ്രമായി ആ എനർജി നമ്മളിലേക്ക് വന്ന് പതിയുകയാണ്. നമ്മുടെ കോശങ്ങൾ ആ എനർജിയെ സ്വീകരിക്കുകയാണ്. പീസ്, പീസ്, പീസ്. വല്ലാത്തൊരു ശാന്തി നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സ് നിറഞ്ഞുകൊണ്ട് പീസ്, പീസ്, പീസ്. ശാന്തി, സന്തോഷം, പരിശുദ്ധി, ശക്തി, ആരോഗ്യം. ഇതെല്ലാം നമ്മൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ഓരോ സെൽസും തുടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന എനർജി വീണ്ടും പ്രപഞ്ചത്തിലേക്ക് നന്നായിട്ട് തന്നെ അത് ആസ്വദിക്കാം. നാം സ്വീകരിക്കുന്നു, ശരീരത്തിലും മനസ്സിലും നിറയുന്നു. നിറഞ്ഞ് കവിഞ്ഞ് വീണ്ടും അത് ആവശ്യക്കാർക്കായി പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നാം സഹജീവികൾക്കായി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പീസ്, ലവ്, ഹാപ്പിനെസ്. പീസ്, ലവ്, ഹാപ്പിനെസ്. ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ സൗഭാഗ്യങ്ങൾക്കും ആ മഹാശക്തിക്ക് മുന്നിൽ സർവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം. താങ്ക് യു ഗോഡ് ഫോർ ആൾ യുവർ ബ്ലെസ്സിങ്സ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, നന്ദി,
നന്ദി. അറിഞ്ഞും അറിയാതെയുമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ മാപ്പ് പറയുന്നു. സോറി ഗോഡ് ഫോർ ആൾ മൈ മിസ്റ്റേക്സ്. സോറി ഗോഡ് ഫോർ ആൾ മൈ മിസ്റ്റേക്സ്. എന്നെ വേദനിപ്പിച്ചവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. സോറി ഫോർ ആൾ മൈ മിസ്റ്റേക്സ്. ഞാൻ വേദനിപ്പിച്ചവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. സോറി, സോറി, സോറി. എനിക്കിതൊന്നും ഇനി ആലോചിക്കാൻ സമയമില്ല. എന്നിൽ നിറയുന്നത് ദൈവീകമായ പീസ്, ലവ്, ഹാപ്പിനെസ്. ശരീരത്തിലും മനസ്സിലും ദൈവീകമായ ഈ ശക്തികളെല്ലാം നിറച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ ശക്തിക്ക് മുന്നിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ശക്തിയായി, ഒരു ഗ്രേറ്റ് സോൾ വിത്ത് ഫുൾ ഓഫ് ലവ്, പീസ് ആൻഡ് ഹാപ്പിനെസ് നമുക്ക് തിരികെ യാത്ര ആരംഭിക്കാം. മനസ്സ് നിറഞ്ഞുകൊണ്ട്, ശരീരം നിറഞ്ഞുകൊണ്ട്, സ്വയം തിരിച്ചറിഞ്ഞൊരു വ്യക്തിയായി എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തിരികെ യാത്ര. You are coming down, coming down. പതുക്കെ നീലാകാശത്തിലൂടെ താഴോട്ട്. എവിടെയാണോ നാം ഇരിക്കുന്നത് അവിടെ നാം എത്തിയിരിക്കുന്നു. ഒരു പുതിയ വ്യക്തിയായി എന്നിൽ നിറഞ്ഞൊഴുകുന്നു പീസ്, ലവ്, happiness and good health. ശാന്തി, സന്തോഷം, ആരോഗ്യം, ശക്തി. നന്നായിട്ടത് ഫീൽ ചെയ്യാം. ഇത് മാത്രമായിരിക്കും എൻ്റെ മുന്നിൽ വരുന്ന സഹജീവികൾക്ക് എന്ന് ഞാൻ പകർന്നു നൽകുക. താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡ്. പതുക്കെ കൈകളെല്ലാം ഉറച്ചിക്കൊണ്ട് മുഖത്ത്, കണ്ണുകളിൽ എല്ലാം ആ എനർജി നമുക്ക് അപ്ലൈ ചെയ്യാം. ശാന്തമായി കണ്ണുകൾ തുറക്കാം. Thank you, Sabu sir, Dinesh sir, Murli sir for wonderful micro മെഡിറ്റേഷൻ. നമ്മുടെ ബോഡി ഒരു എനർജി സ്റ്റേറ്റിലാണ്. നമുക്ക് ഈ എനർജി സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ അഫർമേഷൻസിലേക്ക് കടക്കാം. എനിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ, സമ്പത്ത്, അവസരങ്ങൾ, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ, സമ്പത്ത്, അവസരങ്ങൾ, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ, സമ്പത്ത്, അവസരങ്ങൾ, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു.
എൻ്റെ സകല പ്രവൃത്തികളിലും വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സകല പ്രവൃത്തികളും വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സകല പ്രവൃത്തികളും വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിൽ സ്നേഹവും എനർജിയും നിറഞ്ഞു കവിയുന്നു. എന്നിൽ സ്നേഹവും എനർജിയും നിറഞ്ഞു കവിയുന്നു. എന്നിൽ സ്നേഹവും എനർജിയും നിറഞ്ഞു കവിയുന്നു. ഓരോ ദിവസവും എൻ്റെ കഴിവുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും എൻ്റെ കഴിവുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും എൻ്റെ കഴിവുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സൗഹൃദ വലയങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സൗഹൃദ വലയങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സൗഹൃദ വലയങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സകല രീതികളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സകല രീതികളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സകല രീതികളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. I am a money manager. I am a money manager. I am a money manager. ഓരോ ദിവസവും എൻ്റെ ജീവിതം അപ്ഗ്രേഡ് ചെയ്തു. ഓരോ ദിവസവും എൻ്റെ ജീവിതം അപ്ഗ്രേഡ് ചെയ്തു. ഓരോ ദിവസവും എൻ്റെ ജീവിതം അപ്ഗ്രേഡ് ചെയ്തു. പോസിറ്റീവ് വൈബുള്ള ശക്തനായ വ്യക്തിയായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു. പോസിറ്റീവ് വൈബുള്ള ശക്തനായ വ്യക്തിയായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു. പോസിറ്റീവ് വൈബുള്ള ശക്തനായ വ്യക്തിയായി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു. Every day I am getting better and better. Every day I am getting better and better. Every day I am getting better and better. I am the master of my thought. I am the master of my thought. I am the master of my thought. Thank you, sir. Thank you. Thank you. Over to Sab, sir. Sab, sir. Thank you, Rajan sir. Thank you, Rajan. Thank you so much. Thank you, Rajan sir. Thank you, Yes. sir. Thank you, Rajan. താങ്ക് യു സർ. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സൈ സർ പറ്റുമോ? Oh, thank you. Okay, thank you. Thank you all once again. The gratitude സെഷനിലേക്ക് പോവാം. ഈ ഒരു മനോഹരമായ ദിനം സമ്മാനിച്ച പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയാം. നമുക്ക് ഊർജം പ്രദാനം ചെയ്യുന്ന സൂര്യനെ, പ്രകാശം തരുന്ന സൂര്യനെ നന്ദി രേഖപ്പെടുത്താം. നമുക്ക് ദാഹജലവും പ്രാണവായുവും തരുന്ന ഭൂമിക്ക് നന്ദി രേഖപ്പെടുത്താം. നമ്മൾക്ക് ധാന്യങ്ങൾ വിളയിച്ച് കൊയ്ത് നമുക്ക് തരുന്ന ആ അജ്ഞാതനായ കർഷകനെ നന്ദി പറയാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ നിർത്തുന്നതിന് സഹായിക്കുന്ന ആ പ്രപഞ്ച ശക്തിക്ക് നന്ദി. എല്ലാറ്റിനും ഉപരിയായിട്ട് നമുക്ക് ഊർജ്ജസ്വലമായിട്ട് നിലനിർത്താൻ കഴിയുന്നതിന് നമുക്ക് പ്രപഞ്ചശക്തിക്ക് ഊർജം പ്രദാനം ചെയ്യുന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി രേഖപ്പെടുത്താം. നമ്മളെ എല്ലാ അവയവങ്ങളും ആരോഗ്യത്തോടുകൂടി നിൽക്കുന്നതിന് എല്ലാ അവയവങ്ങൾക്കും നന്ദി രേഖപ്പെടുത്താം. അതിമനോഹരമായ ദിനം തന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി രേഖപ്പെടുത്താം.
ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മാറുകയാണ്. നമുക്ക് ഏതെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 10-12 കാര്യങ്ങൾ എഴുതിക്കോളൂ. ഇഷ്ടമുള്ള ഏതെങ്കിലും 10 കാര്യങ്ങൾ, വ്യക്തികളാവാം, സുഹൃത്തുക്കളെ ആവാം, 10 കാര്യങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലേക്ക് എഴുതി വെക്കണം. എഴുതുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. ഇന്ന് വ്യക്തികളെ കുറിച്ചായിക്കോട്ടെ, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ, പ്രതിസന്ധികളിൽ സഹായിക്കുന്ന സുഹൃത്തുക്കൾക്ക്, സുഹൃത്തിന് പേരെടുത്ത് തന്നെ നന്ദി രേഖപ്പെടുത്താം. അതുപോലെ നമുക്ക് ഓഫീസിലെ നമുക്ക് ബോസിന്, നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിലെ ഓഫീസിലെ ബോസിന് നമുക്ക് നന്ദി രേഖപ്പെടുത്താം. സഹപ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്താം. നമുക്ക് ജോലി പ്രദാനം ചെയ്ത തൊഴിൽ ദാതാവിന് നന്ദി രേഖപ്പെടുത്താം. നമുക്ക് അസുഖം വന്നപ്പോൾ ചികിത്സിച്ച ഡോക്ടർക്ക് നന്ദി രേഖപ്പെടുത്താം. അതുപോലെ നമുക്ക് നമ്മളെ കെയർ ചെയ്ത മാലാഖമാർക്ക് നന്ദി രേഖപ്പെടുത്താം. നമുക്ക് ജന്മം തന്ന മാതാപിതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്താം. അവരുടെ ജീവിത പങ്കാളിക്ക് നന്ദി രേഖപ്പെടുത്താം. നമ്മുടെ മക്കൾക്ക് നന്ദി രേഖപ്പെടുത്താം. അങ്ങനെ കൂടുതൽ കൂടുതൽ നന്ദി രേഖപ്പെടുത്തുമ്പോൾ നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് അനുദിനം വന്നു ചേരുകയാണ്. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മാറുകയാണ്. താങ്ക് യു ഓൾ വൺസ് അഗെയിൻ. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തെ അതിമനോഹരമായിട്ടുള്ള എക്സസൈസ് ആണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താം. മെഡിറ്റേഷൻ ചെയ്ത ദിനേശ് സാർ, വെള്ളി സാറാണ് പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്തത്. സഭ നന്ദി രേഖപ്പെടുത്താം. ധ്യാനം പരിശീലിപ്പിച്ച ദിനേശ് സാറിന് നന്ദി രേഖപ്പെടുത്താം. അഫർമേഷൻ നമുക്ക് തന്ന രാജൻ സാറിന് നന്ദി രേഖപ്പെടുത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ഓൾ വൺസ് അഗെയിൻ ആൻഡ് ബാക്ക് ടു യു സാർ. താങ്ക് യു സാർ. നമുക്ക് ടു ഡു ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ഇന്നത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം മനസ്സിലൊന്ന് ഓർക്കുക. പ്രയോറിറ്റി അനുസരിച്ച് നമ്മളതൊന്ന് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പ്ലാൻ യു ഹാവ് ടു പ്രൊഡ്യൂസ്. അതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി വൈസിൽ നമുക്ക് നോക്കാം എന്താണ് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, നാളത്തെ ഒരു ദിവസവും കൂടെ ചേർന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് അവിടെ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ടു ഡു ലിസ്റ്റിൻ്റെ ടൈംസ്, അതുപോലെ ഇന്നലത്തെ ഏരിയകൾ സക്സസ്ഫുൾ ആയതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള സമയം കൂടിയാണ്. എത്ര ശതമാനം കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. സോ ഐ തിങ്ക് യു ക്യാൻ കീപ് ഡൂയിങ് വർക്ക് ഓൺ ടു ഡു ലിസ്റ്റ്. നൗ ഇനി നമുക്ക് നസീം മാമിനെ ക്ഷണിക്കാം. നസീം മാം നമുക്ക് വേണ്ടി ഒരു അവയർനെസ് സെഷൻ എടുക്കും. നസീം മാം, ആർ യു റെഡി? Thank you, sir. Good morning to all, especially to my beloved Sadhu sir and all masters. A warm welcome to all. Please close your beautiful eyes. Enjoy your breath. Inhale,
hold, exhale. Repeat once more. Inhale, hold, exhale. Open your eyes. Thank you. Whatever we plant in our subconscious mind and nourish with repetition, then emotion will one day become reality. ഈ വൺ നൈറ്റിംഗേൽ അതെ, നമ്മുടെ ചിന്തകൾക്ക് ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ ക്ലാസ്സുകളിലൂടെ ഓരോ ദിവസത്തെയും അഫർമേഷനിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡിലൂടെ, അവയർനെസ്സിലൂടെ, പോസിറ്റീവ് ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലായി കാണും. സോ കോൺഷ്യസ്ലി we can create our future. ഒരിക്കൽ മദർ തെരേസയോട് അക്രമത്തിനെതിരെയുള്ള ജാഥയ്ക്ക് അവരെ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി വയലൻസിനെതിരെയല്ല, സമാധാനത്തിനുള്ള ജാഥയ്ക്ക് ഞാൻ വരാമെന്നാണ്. അതെ, ബോധപൂർവം മനോവ്യാപാരങ്ങളെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ നീങ്ങിയാൽ ജീവിത വിജയം നമ്മിൽ തന്നെയായിരിക്കുമെന്നതാണ് കാലം എപ്പോഴും തെളിയിക്കുന്നത്. അതൊരു പ്രകൃതി നിയമമാണ്, സത്യവുമാണ്. നമുക്കറിയാം, ഖത്തറിനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖലീമും ഗിന്നസ് ബുക്ക് ജേതാവായ ഫക്രുവും മറ്റും പരിമിതികളിൽ സാധ്യതകൾ കണ്ടെത്തി നേട്ടം കൊയ്തവരാണ്. അതിനാൽ പൂർണ്ണത തേടാതെ പരിമിതികളിലെ സാധ്യതകളും നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ നൈസർഗികമായ കഴിവുകളും കണ്ടെത്തി പ്രയോജനപ്പെടുത്തിയാൽ നമ്മെ പരാജയപ്പെടുത്താൻ പിന്നെ നമുക്ക് മാത്രമേ കഴിയൂ എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ കസ്തൂരിമാനെ പോലെ നാം എവിടെയൊക്കെയോ ശാന്തിയും സമാധാനവും കഴിവുകളും കിട്ടാൻ തേടിക്കൊണ്ടേയിരിക്കുന്നു. സ്വന്തം കഴിവുകളെ കണ്ടെത്തുന്നതുമില്ല എന്നതാണ് ഖേദകരം. ഇന്ന് ലോകം മുഴുവൻ നേരിടുന്ന വിപത്താണ് മനോനിയന്ത്രണമില്ലായ്മ. മിക്കവർക്കും മറ്റുള്ളവരെയും വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും നിയന്ത്രിക്കാൻ കഴിയും, അതിന് ശ്രമിക്കുന്നു. എന്നാൽ സ്വന്തമായി അവനവന്റെ മനസ്സിനെയോ വികാര വിചാരങ്ങളെയോ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന സത്യം അവൻ തിരിച്ചറിയുന്നില്ല. ആ ചൈതന്യത്തെ, ആ താളബോധത്തെ, ശ്വസന പ്രക്രിയയെ ഒന്ന് തൊട്ടറിയാനോ അനുഭവിക്കാനോ പഠിക്കാനോ ശ്രമിക്കുന്നേയില്ല. ഇതറിയാൻ തുടങ്ങുന്നതോടെ അവനവനിലേക്കുള്ള യാത്രയായി എന്ന അറിവ്, തിരിച്ചറിവ് അവനെ അത്ഭുത പരതന്ത്രനാക്കുകയും സന്തോഷവാനാക്കുകയും ചെയ്യുന്നു. ഒരു ലോറി ഓടിക്കാൻ അറിയാത്ത ഒരാളോട് ഞാൻ വണ്ടി ഒന്ന് ഓടിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ശ്രമിക്കാം എന്നെ പറയും. എന്നാൽ വണ്ടിയുടെ അടുത്തെത്തുന്നതോടെ അവൻ ഭയപ്പെട്ട് പെട്ടെന്ന് പിന്മാറുന്നു. അതുപോലെ തന്നെയാണ് നമ്മെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മെ പലതും അത്ഭുതപ്പെടുത്തി കളയും. ഭീകരനായ ആനയെ മെരുക്കുന്ന പാപ്പാൻ പോലും ഈ മനോനിയന്ത്രണത്തിൽ പരാജിതരാകുന്നത് നമുക്ക് കാണാം. എന്താണ് മനസ്സ്? ഒന്ന് ഷെയർ ചെയ്യാമോ പ്ലീസ്? കേൾക്കാവോ? ഹലോ, കേൾക്കാം സാർ, കേൾക്കാം മാം, കേൾക്കാം. എന്താണ് മനസ്സ്? കാണാൻ കഴിയാത്ത, പ്രവചിക്കാൻ സാധിക്കാത്ത
ചിന്തകളുടെ ഉറവിടമാണ് മനസ്സെന്ന് പറയാം. പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതിനെ ഭംഗിയായി ക്ലൻസ് ചെയ്ത് ചാനലൈസ് ചെയ്ത് ക്രിയേറ്റീവ് ആക്കി മാറ്റുന്നിടത്താണ് ജീവിതത്തിൽ വിജയം കൊയ്യുക എന്നത് നമുക്ക് പടിപടിയായുള്ള പരിശീലനത്തിലൂടെ സാധ്യമാണ്. അത് തെളിയിച്ചവരാണ് ജീവിത വിജയം കൊയ്തവരെല്ലാം തന്നെ. അതുകൊണ്ട് മനസ്സ് വിരിച്ച വലയിൽ കുടുങ്ങാതെ അതിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കിയാൽ നമുക്ക് എന്തും നേടിത്തരുന്ന അലാവുദ്ദീന്റെ അത്ഭുത വിളക്കായി നമുക്കതിനെ പ്രയോജനപ്പെടുത്താം. അതൊരു മാന്ത്രിക ശക്തി, അതായത് മഹാമാന്ത്രിക ശക്തിയായി മാറി നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഒരു അത്ഭുത പ്രതിഭാസം നമുക്ക് തൊട്ടറിയാം, അടുത്തറിയാൻ സാധിക്കും. കാണാനും കേൾക്കാനും മനസ്സ് വേണം, ബുദ്ധിയുടെ മേൽനോട്ടത്തിലാവണമെന്ന് മാത്രം. ഫോർ എനി അച്ചീവ്മെന്റ്സ് 3 factors are inevitable: thoughts, belief, and inspiring action. Then you can receive the success as belief, action, and receive എന്ന മന്ത്രധ്വനി നാം എപ്പോഴും ഓർക്കുക. When you focus, energy flows. When energy flows, result flows. Choice is yours. Then you can change your destiny and also your life. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ എനർജി കൺസീവ് ചെയ്യുന്നത് മസ്തിഷ്കമാണ്. അതായത് ഏതാണ്ട് 20% എനർജി മസ്തിഷ്ക ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ നാഡീകോശങ്ങൾ പരസ്പരം സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചിന്തകൾ ഉണ്ടാകുന്നത്. ഇതൊരു വൈദ്യുത തരംഗ ദൈർഘ്യം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മുടെ മനോവ്യാപാരങ്ങൾക്കനുസരിച്ച് ഇത് കൂടിയും കുറഞ്ഞും, നമ്മുടെ ശ്വസന പ്രക്രിയക്കനുസരിച്ച്, ഇമോഷൻ ലെവലിനനുസരിച്ച് കൂടിയും കുറഞ്ഞും എല്ലാം വരുന്നു. ഇപ്പൊ ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ പ്രധാന 2 ഗ്രന്ഥങ്ങളുണ്ട്. യു ആർ ദ പ്ലാസിബോ, ഇവോൾവ് യുവർ ബ്രെയിൻ എന്നീ ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ അപാരതയാണ് അദ്ദേഹം വെളിവാക്കുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും, ഖുർആനിലായാലും ബൈബിളിലായാലും ഭഗവത്ഗീതയിലായാലും മനഃശക്തിയുടെ അനന്ത സാധ്യതകളാണ് നമ്മോട് ഓരോ കാര്യങ്ങളിലും പറയാതെ പറയുന്നത്. ധ്യാനത്തിന്റെ ആത്മീയ പാതയാണ് അതിലെ ഓരോ ആശയങ്ങളിലൂടെയും നമ്മെ കൊണ്ടുപോകുന്നത്. അതിനാൽ മനസ്സറിഞ്ഞ്, പ്രകൃതി അറിഞ്ഞ്, സ്വയം അറിഞ്ഞു വളരുമ്പോൾ ലഭിക്കുന്നതിലെല്ലാം സന്തോഷിക്കാനും കൃതജ്ഞതയുള്ളവരാകാനും ചുറ്റുപാടുകളെ സ്നേഹിക്കാനും കഴിയുന്നതോടെ നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നു. സോ യു കൺട്രോൾ യുവർ മൈൻഡ്, യു ക്യാൻ achieve anything. Choice is yours. Thank you once again. Have a nice day to all. Over to Abu sir. Thank you, ma'am. തീർച്ചയായിട്ടും മനസ്സിനെ നിയന്ത്രിച്ചാൽ സകലതും നിയന്ത്രിക്കാൻ പറ്റുമെന്ന് മാം ഓർമ്മിപ്പിച്ചു. ഒരുപക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് നമ്മുടെ മനസ്സ് തന്നെയാണ്. സോ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരു നന്ദി പറയാം. ഇന്നത്തെ ദിവസം കൂടുതൽ മനോഹരമായി, കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായി, കൃത്യമായി ഒരു കൺക്ലൂഷനിലേക്ക് സീമ നമ്മളെ കൊണ്ടെത്തിച്ചു. സോ താങ്ക് യു. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ എനിത്തിങ് എൽസ്? നാളത്തെ ഒരു ദിവസം കൂടെ ഇതുപോലെ തന്നെ പോകാം. രാജൻ സാർ ഫ്രീ ആണല്ലോ, കുഴപ്പമില്ലല്ലോ അല്ലേ? അഫർമേഷൻസ് ചെയ്യാമല്ലോ? ചെയ്യാം സർ, ചെയ്യാം. ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും ഒരു 10 minutes അവയർനെസ് റെഡിയാകാമെങ്കിൽ യു ക്യാൻ ടോക്ക്. 10 minutes, 10 മിനിറ്റ് നേരത്തേക്ക് ഒരു അവയർനെസ് സെഷൻ ആരെങ്കിലും റെഡിയാക്കി നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നിട്ടാൽ മതി. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ മുരളി സാറ് എക്സസൈസ് എടുക്കും. ആർക്കെങ്കിലും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ഇടൂ കേട്ടോ. ഡെയിലി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊന്ന് ഇട്ടാൽ മതി.
സോ ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വൺസ് അഗെയിൻ. നമ്മൾ ആദ്യം പ്രോസസ് ചെയ്ത എക്സസൈസ് ചെയ്ത മുരളി സാർ, ദെൻ മെഡിറ്റേഷൻ നമുക്ക് വേണ്ടി നൽകിയ ദിനേശ് സാർ, രാജൻ സാറിൻ്റെ അഫർമേഷൻ, സായി സാറിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, ആൻഡ് ഫൈനലി നാസി മാമിൻ്റെ അവയർനെസ് ടോപ്പിക്, മനസ്സെന്ന ആ മാന്ത്രിക കുതിരയെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന്, നിയന്ത്രിച്ചില്ലെങ്കിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ മാം സംസാരിച്ചു. സോ താങ്ക് യു വൺസ് അഗെയിൻ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും കൂടുതൽ മനോഹരമായ ദിവസമാകട്ടെ. Bless you all. Thank you, sir. Thank you all. Thank you. Thank you all masters. Thank you once again. Thank you very much. Thank you, sir. Thank you all.